മെഡിക്കൽ കോഡിങ്ങിൽ എൻ്റെ സാലറി വെറും 10.5K പെർ മന്ത്. പിന്നെ ഞാൻ എന്തിന് മെഡിക്കൽ കോഡിങ്ങിൽ കണ്ടിന്യൂ ചെയ്യണം? പാക്കേജ് എന്ന് പറഞ്ഞാൽ 10.5K ആണ്. ഇറ്റ്സ് നോട്ട് റുപ്പീസ്, ഇറ്റ്സ് AED. ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ സെഷൻ. മെഡിക്കൽ കോഡിങ്ങിൽ പ്രോപ്പറായിട്ട് എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നേടാത്തതിലുള്ള പ്രശ്നം നമ്മളിലെല്ലാവരും ഉണ്ട്. നമ്മൾ മെഡിക്കൽ കോഡിങ് ഇൻഡസ്ട്രിയിൽ കരിയർ ആരംഭിക്കുന്ന ഒരു വ്യക്തി അല്ലെ, ഇത് ഇറ്റ് ഇസ് സർട്ടിഫൈഡ് ആൻഡ് നോൺ സർട്ടിഫൈഡ്, നമ്മൾ ഏറ്റവും നല്ല എക്സ്പോഷർ കിട്ടാനാണ് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ടേക്ക് കുട്ടികളെല്ലാം കടന്നു വരുന്നത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് ജോബിലോട്ടേക്ക് എത്താന്നുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. വളരെ ഷോർട്ട് സ്പാനെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ 3 months. ബട്ട് എന്നാൽ കൂടെ ഈ ഒരു ഷോർട്ട് സ്പാൻ സ്പെൻഡ് ചെയ്യുന്ന കരിയർ ആരംഭിക്കുന്ന ഒരു വ്യക്തി അല്ലെ, ഇതിൽ നമ്മൾ എത്രത്തോളം എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിൽ കറക്റ്റ് ഒരു വേയിൽ പലരും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വർഷത്തെ ട്രെയിനിങ്ങിൽ ഇവിടെ കണ്ടിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് പല രീതിയിലും കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് പേര്. അപ്പോൾ കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ള പലരും ഇനീഷ്യൽ ലെവലിൽ അവർ അറ്റൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ എക്സ്പോഷർ നേടിയിട്ടുള്ള ആ ഒരു എക്സ്പോഷർ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കോഡിങ് കരിയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്തത് എന്നുള്ളതിന് ഏറ്റവും ലാസ്റ്റിലത്തെ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം UAE ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ത്രൂ നടന്ന സമയത്ത് ആൾ കറക്റ്റ് അത് എക്സ്പീരിയൻസ് ചെയ്തു നമ്മളോട് പറഞ്ഞു തന്നു. കാർഡിയയിൽ കുറച്ച് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു കാർഡിയൻ ആള് നമ്മുടെ അടുത്ത് കോഴ്സ് കഴിഞ്ഞ് എ ഫ്രഷറായിട്ട് നോൺ സർട്ടിഫൈഡ് ആയിട്ട് തന്നെ ഇനീഷ്യൽ കരിയർ ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ലെവൽ ജോബ് കൊച്ചിയിൽ ആരംഭിച്ചു, എക്സ്പീരിയൻസ് നേടി. ഇൻ ബിറ്റ്വീൻ ആളുടെ മെഡിക്കൽ കോഡിംഗ് എക്സാം ആയിട്ടുള്ള CPC ക്രാക്ക് ചെയ്യുന്നു, വീണ്ടും എക്സ്പീരിയൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ജോബ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് UAE മൈഗ്രേറ്റ് ആവുന്നു. അപ്പോൾ ഇനീഷ്യൽ ലെവൽ ജോബ് അറ്റൈൻ ചെയ്യുന്നു, അതിൽ എക്സ്പീരിയൻസ് നേടുന്നു UAE. അപ്പം UAE എക്സ്പീരിയൻസ് നേടി കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യില്ല, നോളജ് ഗെയിൻ ചെയ്യുന്നു, എക്സ്പീരിയൻസ് ആക്കുന്നു, വീണ്ടും നെക്സ്റ്റ് ഓപ്ഷനിലോട്ടേക്ക് മാറുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇനീഷ്യൽ പറഞ്ഞ എത്രത്തോളം നമുക്ക് ഇതിൽ എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള നോളജ് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും എന്താ പറയുക ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ഗാർഡിയൻ എന്ന് പറയുന്നത്. നോൺ സർട്ടിഫൈഡ് ആയി ആരംഭിച്ചു, എക്സ്പീരിയൻസ് നേടി, ഇൻ ബിറ്റ്വീൻ സർട്ടിഫൈഡായി ജോബ് കയറി UAE ജമ്പ് ചെയ്തു. വീണ്ടും ഇപ്പം എത്തി നിൽക്കുന്ന പൊസിഷൻ നേരത്തെ പറഞ്ഞില്ലേ, ആളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ കോഡിങ്ങിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് കറക്റ്റ് മനസ്സിലാവുന്നത്. ആളിപ്പം പറഞ്ഞ പോലെ ലാസ്റ്റ് ദിവസം ആളുടെ ഒരു ഇൻട്രാക്ഷൻ നടന്ന സമയത്ത് ആൾ സംസാരിച്ചൊരു കാര്യം, ആളുടെ മന്ത്ലി പാക്കേജ് എന്ന് പറഞ്ഞാൽ 10.5K ആണ്. ഇറ്റ്സ് നോട്ട് റുപ്പീസ്, ഇറ്റ്സ് AED. അപ്പം നമ്മളെ സംബന്ധിച്ച് നിയർ ടു 2.5. ഇത് നമ്മൾ ഈ ഒരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് മെഡിക്കൽ കോഡിങ്ങിലെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഡസ്ട്രിയുടെ മാക്സിമം എക്സ്പോഷർ അല്ലേ, ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ കോഡിങ് പഠിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്നുള്ളതല്ല, നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആവണം. നമ്മൾ വളരെ ഷോർട്ട് ടൈമിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്, വളരെ 3 months നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇനീഷ്യൽ അത്യാവശ്യമില്ല, നമ്മൾ ഒരുവിധ മിക്ക കമ്പനികളും നമ്മൾ പറയുന്ന ഒരു സ്ലാബായിട്ടുള്ള ഒരു 18 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 27 അല്ലെങ്കിൽ 30 ആ ഒരു റേഞ്ചിൽ ഇനീഷ്യൽ പാക്കേജ് കമ്പനീസ് ആസ് എ ഫ്രഷർ പാക്കേജ് ഒരു എൻട്രി ലെവൽ ഓർഡർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളതിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി പിടിച്ചങ്ങ് കയറുക എന്നുള്ളതാണ് ഏറ്റവും. അപ്പം ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു നമ്മുടെ ഗാർഡിയൻ്റെ കേസിലും ആൾ നോൺ സർട്ടിഫൈഡ് ആയിട്ടാണ് കയറിയത്. അപ്പോൾ ആ ഒരു കമ്പാരിറ്റീവ് അതിലും പാക്കേജ് കുറവായിരിക്കും. അപ്പോൾ അന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് നേടിയില്ല. ഞാൻ പറഞ്ഞ 3 months സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസിൽ നമ്മൾ എന്തായാലും കുറച്ച് സമയം എന്ത് ചെയ്യണം, നമ്മൾ കണ്ടെത്തണം അല്ലെ. ഒരു ഷോർട്ട് ടേം കോഴ്സാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം എന്തായാലും എന്ത് ചെയ്യണം, അതിൽ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അതിൽ CPC ആഡ് ചെയ്യുന്നു. സെയിം അതേ ഒരു പാറ്റേൺ തന്നെ ഇതിൽ തന്നെ എന്താ പറയുക, അതിനനുസരിച്ച് സാലറി റിവിഷൻ ഉണ്ടാവും എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ആൾ ഇൻ ബിറ്റ്വീൻ അതിനനുസരിച്ച് UAE ഓപ്പർച്യൂണിറ്റി നോക്കി അങ്ങനെ ആൾ കയറി അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആക്കി അങ്ങനെ ജമ്പ് ചെയ്ത് പോകും അല്ലേ. നമ്മൾ ഇനീഷ്യൽ ലെവലിൽ നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്ന ഒരു ഫേസിൽ നമുക്ക് നല്ല ക്ഷമ എന്തായാലും വേണം. നമ്മൾ ഇനീഷ്യൽ ലെവൽ 2 ലെവൽ കോഡറായിട്ട് കയറുന്ന ഈ ഒരു പാക്കേജിൽ നമ്മൾ കരിയർ ആരംഭിക്കുന്നു, എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിൻ ചെയ്ത് ഇതിൽ നമ്മളൊരു എന്താ പറയുക എക്സ്പോഷർ മാക്സിമം കിട്ടിയതിന് ശേഷം ആണ് നമ്മുടെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത്. ഇനീഷ്യൽ ലെവലിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എല്ലാം കഴിഞ്ഞ് മുന്നോട്ടേക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അല്ലെ, നമുക്കറിയാം ഏതൊരു ഫീൽഡിൽ ഇനീഷ്യൽ ലെവലിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഫേസ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസിൻ്റെ സൈഡ് ഒന്നുകൂടെ ഡബിളായിട്ട് എന്താ പറയുക കൂടുതൽ വൈഡായിട്ട് പോവുകയാണ് അല്ലേ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മുടെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് നമുക്ക് എക്സ്ട്രാ മൂവ് ഓൺ ചെയ്യാം, ആഡ് ഓൺ ചെയ്യാം, എല്ലാ ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. അപ്പം അത്രയും നമ്മളതിൽ ഫോക്കസ്ഡ് ആവണം എന്നുള്ളത് എന്താ പറയുക നിർബന്ധമുള്ളൊരു കാര്യമാണ്. അല്ലാതെ നമുക്കിതിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ കരിയറിൽ സസ്റ്റെയിൻ ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്റ്റ്.
ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗാർഡിയൻ, അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അതിനനുസരിച്ചിട്ട് മൂവ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല പൊസിഷനിൽ UAE വർക്ക് ചെയ്യുന്ന ആളാണ്. ആലോചിച്ച് നോക്കുക, 10.5K AED എന്നൊക്കെ പറയുന്ന സമയത്ത് ആളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രൗഡായിട്ട്, ഇത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും കൂടിയാണ് മുന്നേ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു എക്സ്പോഷറൊക്കെ നേടിയിട്ട് ആൾ ഇന്ന് അച്ചീവ് ചെയ്ത് ആ ഒരു പൊസിഷൻ, ആ ഒരു സെൽഫ് എസ്റ്റീം, ആളുടെ സംസാരത്തിലെല്ലാം നമുക്ക് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം കോഡിങ്ങിനെ പറ്റി പറയുന്ന ആളുകൾ അല്ലെങ്കിൽ കോഡിങ്ങിനെ പറ്റി പഠിക്കാത്ത ആളുകളാണ് ഇതിനെപ്പറ്റി നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത ആളുകൾ. നമ്മളിതിൽ കറക്റ്റ് എക്സ്പോഷർ നേടുക, ആ ഒരു പാത്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സജഷൻസ് എടുക്കാം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നതിൽ നിന്ന്. അല്ലാതെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഈ കരിയറിൽ എങ്ങനെയൊക്കെ എനിക്ക് എക്സ്പോഷർ നേടാം, എങ്ങനെ ഞാനിതിൽ ഫ്യൂച്ചർ എങ്ങനെ ഞാൻ കാണുന്നത്, എന്താ പറയുക, ആ ഒരു പാത്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ നല്ല നല്ല പൊസിഷൻസ് അല്ലേ. ആളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, UAE അത്യാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്കുള്ള ഒരു പൊസിഷനിലേക്കാണ് ആൾക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള പൊസിഷൻസിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പം അത് എസ്പെഷ്യലി GCC ഒക്കെ ആണെങ്കിലും ബാക്കിയുള്ള ഏത് രാജ്യങ്ങളാണെങ്കിലും നമുക്ക് ഇനീഷ്യൽ ഫാക്ടർ എന്ന് പറയുക കോഡിങ്ങിൽ എസ്പെഷ്യലി വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തെ അവിടുത്തെ കോഡിങ് ഇതുമായിട്ട് ഫെമിലിയർ ആവുക, അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ആരംഭിക്കുക. വൺസ് ഇനീഷ്യൽ ലെവലിൽ തന്നെ ഹ്യൂജ് പാക്കേജ് അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അവിടെയും നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് ഒരു എക്സ്പോഷർ നേടുന്നു. അവിടെ നിന്ന് വീണ്ടും എന്താ ചെയ്യുന്നു, നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡേഴ്സ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ആളെത്തുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്കത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റാണ്, നമ്മളത്രയും ഫോക്കസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ആ ലെവലിലോട്ടേക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് ടേം കോഴ്സിലൂടെ ഇനീഷ്യൽ ലെവൽ ഇത്രയും നല്ലൊരു പാക്കേജിൽ ഒരു കരിയർ ആരംഭിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് കരിയർ നല്ല ലെവലിലോട്ടേക്ക് നമുക്ക് തീർച്ചയായിട്ടും കൊണ്ടുപോകാൻ കഴിയും. നമ്മളെപ്പോഴും എന്താണ് സിനാരിയോ, കറണ്ട് സിനാരിയോ എന്നുള്ളത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ പഠനം അതിൽ ഉൾപ്പെടുത്തുക, അതിനനുസരിച്ച് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. അല്ല, ഇപ്പോൾ ഒരുപാട് എന്താ പറയുക വൈഡ് ഏരിയ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വൈഡ് ഏരിയ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ഇൻഷുറൻസിനെ ബേസ് ചെയ്ത് എന്താ പറയുക ഈ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് എന്താ പറയുക നമ്മളെ കരിയർ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ലെവലിലോട്ടേക്കെല്ലാം എല്ലാ കുട്ടികൾക്കും എത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് വൈഡ് ആവുകയാണ്. അപ്പോൾ അത് നമ്മൾ ആ തരത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഇതിനെ ഫോക്കസ് ചെയ്ത് കാണുക, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നോളജ് എടുക്കുക, പ്ലാൻ ചെയ്ത് കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുക. നമ്മളെവിടെയും ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, അപ്പ് ചെയ്ത് പോവുകയാണ്. ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡേഴ്സൊക്കെ നമ്മൾ പറയുന്നതിൽ ഞാനിപ്പം പരിചയപ്പെടുത്തിയിട്ടുള്ള ആൾ അച്ചീവ് ചെയ്തിട്ടുള്ള ആ ഒരു ഹെഡ് പൊസിഷൻ നമ്മൾ ഹൈറാർക്കിക്കൽ ഓർഡേഴ്സിലുള്ള ആ ഒരു സെയിം പൊസിഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഇനിയും മുകളിലോട്ടേക്ക് ആൾക്ക് കയറാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ബെനിഫിറ്റ്സും ആൾക്ക് കിട്ടും. അപ്പം അത് നമുക്ക് എല്ലാവർക്കും അത് പോസിബിൾ ആണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ആ ഒരു ലെവലിലോട്ടേക്കെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്കും എത്താൻ കഴിയും. ടേക്ക് കെയർ, ബൈ.